lesson from the Epistle of St. Paul, the Apostle to the Hebrews. Ahai, Barakmor. Hebrews chapter 1, verse 1 to 14. Long ago, God spoke to our ancestors in many and various ways by the prophets. But in these last days, He has spoken to us by His Son, whom He appointed heir of all things, through whom He also created the world. He is a reflection of God's glory and the exact imprint of God's very being, and He sustains all things by His powerful will. When He had made purifications for sins, He sat down at the right hand of the Majesty on high, having become as much superior to angels as the name He has inherited is more excellent than theirs. For to which of the angels did God ever say, "You are my Son, today I have begotten you"? Or again, "I will be his father, and he will be my son"? And again, when He brings the firstborn into the world, He says, "Let all God's angels worship Him." Of the angels He says, "The Son," He says, "Your throne, O God, is forever and ever, and the righteous scepter is the scepter of your kingdom. You have loved righteousness and hated wickedness. Therefore, God, your God, has anointed you with the oil of gladness beyond your companions. And in the beginning, Lord, you founded the earth, and the heavens are the work of your hands. They will perish, but you will remain. They will all wear out like clothing. Like a cloak, you will roll them up, and like clothing, they will be changed. But you are the same, and your years will never end. But to which of the angels has He ever said, 'Sit at my right hand until I make your enemies a footstool for your feet'? Are not all angels spirits in the divine service, sent to serve for the sake of those who are to inherit salvation? Ahai, Barakmor. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിലെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപന വാർത്ത യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവരക്ഷയും ഉദ്ഘോഷിക്കുന്ന വിശുദ്ധനായ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന്. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. എന്നാൽ ആ കാലത്ത് കൈസറിൽ നിന്നൊരു തന്റെ ആധിപത്യത്തിൽപ്പെടുന്ന ജനമെല്ലാം പേർവഴി ചാട്ടപ്പെടണമെന്ന് ഒരു കൽപ്പന ഉണ്ടായി. കൊറീനോ സുറിയാനിൽ നാടുവാഴിയിരിക്കുമ്പോൾ ഇത് ആദ്യത്തെ പേർവഴി ചാർത്തലായിരുന്നു. സ്വന്തം പട്ടണത്തിൽ വെച്ച് പേർവഴി ചാർത്തപ്പെടുവാൻ എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേപ്പും ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവരായിരുന്നതുകൊണ്ട് യഹൂദ്യയിൽ ദാവീദിന്റെ ബേത്ലഹേം എന്ന് വിളിക്കപ്പെട്ട് പട്ടണത്തിലേക്ക് ഗലീലായിലെ നസറേത്ത് പട്ടണത്തിൽ നിന്ന് തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിയുടെ കൂടെ പേർവഴി ചാർത്തപ്പെടുവാനായിട്ട് പോയി. അവരവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൻ തന്റെ ആദ്യപുത്രനെ പ്രസവിക്കുകയും അവൾ പാർക്കുന്നിടത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് ശിശുവിനെ വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ മാലാഹ അപ്പോൾ അവരുടെ അടുക്കൽ ചെന്നു. കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ശോഭിച്ചു. അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഹ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
മശീഹ കർത്താവൻ രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കടയാളം. വസ്ത്രങ്ങൾ പുതപ്പിച്ച ഒരു പുൽക്കൂട്ടിൽ കിടത്തിയ ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ആ മാലാഹയോട് കൂടി അനേകം സ്വർഗസേനകൾ പ്രത്യക്ഷരായി. അവർ ഇപ്രകാരം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി. ഞങ്ങൾ എന്നെ ശ്രദ്ധിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കരയിട്ടുന്നു. കുഞ്ഞുങ്ങളെ നെയ്യ് ഇച്ചിരി പുറമോട്ട് മാറ്റി കൊടുത്തു മോനി പോയി.